ഹായ്, എല്ലാവരെയും സീനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്. ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ എല്ലാവരും എൻ്റെ സീനാബൈ പാർവണം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് 3/4 കപ്പ് മൈദപ്പൊടിയുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡറാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുകയാണ്. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേക്കിനെടുക്കുന്ന എല്ലാ സാധനങ്ങളും. ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിക്കുകയാണ്. ഈ ബീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി ഇത് ബീറ്റ് ചെയ്യാൻ. ബീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ഓവനിൽ വെച്ചാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ ഒട്ടിച്ച് റെഡിയാക്കി വച്ചിരിക്കുകയാണ്. കേക്ക് ടിന്നിൻ്റെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നമ്മൾ ഒരു 25 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഓവന് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എയർ ബബിൾസ് കളഞ്ഞ് വേണം ഈ ബാറ്റർ ഒന്ന് നമുക്ക്
ഓവനിലേക്ക് വെക്കാൻ. ഇരുപത്തഞ്ച് മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഇരുപത്തഞ്ച് മിനിറ്റായി. ചോക്ലേറ്റ് കേക്ക് നമുക്ക് ബേക്കായോ എന്ന് നമുക്ക് നോക്കാം. കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. കമ്പിയിലൊന്നും പറ്റി പിടിക്കുന്നില്ല. കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് തണുക്കാൻ വെക്കാം. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടിച്ച ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇനി തണുത്തതിന് ശേഷം മാത്രമേ കേക്കിൽ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് പാലോടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യൂ. ഇനി ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ബ്രൂവിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിലൂടെ പൊട്ടിച്ചിടുകയാണ്. കുറച്ച് പഞ്ചസാര ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് കേക്കിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാൻ പോവുകയാണ്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുകയാണ്. ലാസ്റ്റ് ലെയറും കൂടെ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേസ് കോട്ട് ചെയ്ത ഈ ചോക്ലേറ്റ് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. നാളെ ഇതിൻ്റെ ഫിനിഷിങ് ചെയ്യത്തുള്ളൂ. ഇത് ഡാർക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള കോമ്പൗണ്ടാണ്. ഇനി ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഗ്യാസിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് വെക്കാൻ പോവുകയാണ്. നന്നായി ഒന്ന് മെൽറ്റായി വരണം. ചോക്ലേറ്റ് ഗണേഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ചോക്ലേറ്റ് കേക്കിന് മുകളിലേക്ക് ഈ ചോക്ലേറ്റ് ഗണേശ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ലൂസായിട്ടിരിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് കേക്കും ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളിനി ഒഴിച്ചു കൊടുത്ത ആ ചോക്ലേറ്റ് താപ്പോട്ടിങ്ങനെ ഊറി വരുവാണ്. ഇതൊന്ന് ഊറി വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും ഈ ചോക്ലേറ്റ് കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം.